अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्हम्दुलिल्लाहि हम्दन कसीरन तय्यिबन मुबारकन फीह। नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नतूबु इलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फलन तजिद लहु वलिय्यन मुर्शिदा। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि व कफ़ा बिल्लाहि शहीदा। अल्लाहुम्मा सल्लि अला मुहम्मद व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मद व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअदु फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसाति कुल्लहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहन नासु तक़ू रब्बकुम अल्लज़ी खलक़कुम मिन नफ्सिन वाहिदा व खलक़ मिनहा ज़ौजहा व बस्स मिनहुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाह अल्लज़ी तसाअलून बिही वल अरहाम इन्नल्लाह कान अलैकुम रक़ीबा। या अय्युहल्लज़ीन आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। या अय्युहल्लज़ीन आमनुत्तक़ुल्लाह वक़ूलू क़ौलन सदीदा युस्लिह लकुम अअमालकुम व यग़फ़िर लकुम ज़ुनूबकुम वमन युतिअल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा। ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, അർഹമുർറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരി വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിതയാകുകയും ആ പ്രസവത്തെ തുടർന്ന് അവർ മരിക്കുകയും ചെയ്ത സംഭവം ഇസ്ലാമിക സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
ആ യുവതിയുടെ മരണ കാരണത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്ന അതിലെഴുതിയിട്ടുള്ളത്, പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് ഈ സഹോദരി മരിച്ചതെന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. പ്രസവിച്ച് രക്തം വാർന്നിട്ട് എന്ന് മാത്രമല്ല, പ്രസവശേഷം രക്തസ്രാവം തുടർന്നിട്ടും ഹോസ്പിറ്റലിലേക്ക് ആ സഹോദരി എത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസിൻ്റെ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ ഇങ്ങനെ നമ്മുടെ സഹോദരിമാർ അവരുടെ ജീവൻ ത്യജിക്കേണ്ടി വരുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടിൻ്റെ ശക്തികളുടെ ക്രൂരതകൾക്ക് ജീവൻ നൽകേണ്ടി വരുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ. പക്ഷേ ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു വധം, ഒരു കൊല എന്നിട്ട് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളോ സാംസ്കാരിക നായകന്മാരോ സമുദായ നേതാക്കന്മാരോ ആ ഒരു തിന്മക്കെതിരെ, ആ ഒരു തെറ്റിനെതിരെ ആവശ്യമായ രൂപത്തിൽ ശബ്ദമുയർത്തിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീ പ്രസവിക്കുക എന്നുള്ള ഗൗരവമേറിയിട്ടുള്ള സംഗതി അത് ഹോസ്പിറ്റലിൽ നടത്താൻ ചില ആളുകൾ അനുവദിക്കാതെ പോകുന്നത്? ഒന്ന്, ചില ആളുകൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഒരു സഹോദരി പ്രസവിക്കുകയാണെങ്കിൽ ഡോക്ടർമാർ ആ സ്ത്രീയുടെ നഗ്നത, ഔറത്ത് കാണില്ലേ എന്നുള്ള ചിന്തയാണ് ചില ആളുകൾക്ക്. പ്രസവം അന്യപുരുഷന്മാർ കാണില്ലേ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റുകളായിട്ടുള്ള ലേഡീസ് ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. എന്തുകൊണ്ട് അവർ സമീപിക്കുന്നില്ല? അപ്പോൾ ഗൈനക്കോളജിസ്റ്റുകളായിട്ടുള്ള ജെൻസോ ലേഡീസോ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇത് കാണുക, ഇത് ചെയ്യുക എന്നുള്ളതല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവരുടെ തടസ്സം. സത്യത്തിൽ ഈ ഡോക്ടർമാർ ആ സന്ദർഭത്തിൽ അവരുടെ മനസ്സിനെക്കുറിച്ച് പറയുന്നത്, ഡോക്ടർമാർ തന്നെ പറയുന്നത്, ഈ MBBS അതുപോലെയുള്ള ഒരു വൈദ്യ സഹായം നൽകുന്ന ഡോക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ പുലർത്തേണ്ടുന്ന മര്യാദകൾ, സംസ്കാരങ്ങൾ, അവർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചില നടപടികൾ, അതിനാണ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. ചില മൂല്യങ്ങൾ, ഡോക്ടർമാർ പാലിക്കേണ്ടുന്ന മൂല്യങ്ങൾ. അങ്ങനെ മെഡിക്കൽ എത്തിക്സ് പാലിച്ചു പോരുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ മാതാവും ഈ ഗർഭസ്ഥ ശിശുവും ആ പ്രസവ വേദന എടുക്കുന്ന സമയത്ത് രണ്ടാളെയും, മാതാവിനെയും ഈ കുഞ്ഞിനെയും, നവജാത ശിശു, അവർ രണ്ടുപേരെയും രണ്ടിടത്തേക്കാക്കി മാറ്റാൻ 18 അടവും പയറ്റുന്ന സങ്കീർണമായിട്ടുള്ള ഒരു രംഗമായിരിക്കും. ഗർഭാശയത്തിലുള്ള ആംനിയോട്ടിക് ദ്രവം, അതുപോലെ തന്നെ രക്തം നനച്ച ഈ കുഞ്ഞിൻ്റെ മൂർധാവ്, ആ മൂർധാവോടുകൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ജാഗരൂകരായിക്കൊണ്ട് അവർ കാത്തിരിക്കുകയാണ്.
ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഈ കുഞ്ഞിൻ്റെ ഗർഭാശയത്തിലുള്ള മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ കടത്തം, അതിൻ്റെ നിലയൊന്നു മാറിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മാത്രമല്ല, മാതാവിന് പ്രഷർ കൂടിയിട്ട് ബോധരഹിതയായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രസവാനന്തരം മറുപിള്ള എന്ന് പറയുന്ന സംഭവം അത് വേർപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ളതാണ് ആ രംഗത്തുള്ള ആളുകൾ പറയുന്നത്. വലിയ അപകടമുണ്ടാകുന്ന, അതുകൊണ്ട് തന്നെ മെഡിക്കൽ എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവിടെ ഈ സ്ത്രീയുടെ അവയവം നോക്കി സായുജ്യമടയുകയല്ല, മറിച്ച് മാതാവിനെയും ഈ പിഞ്ചു കുഞ്ഞിനെയും രണ്ട് ഭാഗത്തേക്കാക്കി ഒരു പോറലുമേൽപ്പിക്കാതെ സുരക്ഷിതരായിക്കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുവാൻ, പരിചരണം നൽകുവാൻ അവർ തയ്യാറാകും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഗർഭകാലത്തുള്ള പരിചരണം, അതുപോലെ തന്നെ പ്രസവം ചില ആളുകൾ ഈ സഹോദരിമാർക്ക് നിഷേധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചില ആളുകൾ വിശ്വസിക്കുന്നത്, അവരെന്താ വിശ്വസിക്കുന്നത് നിങ്ങൾ? ആന, ഇത് ഞാൻ പറയുന്നതല്ല, പച്ച മലയാളത്തിൽ ഒന്നിലധികം പുരോഹിതന്മാർ പറഞ്ഞത് ഇന്നും സമൂഹ മാധ്യമത്തിൽ ലഭ്യമാണ്. ആനയേക്കാൾ വലിയ ജീവി കരയിലുണ്ടോ? ആന പ്രസവിക്കുന്നില്ലേ? എത്ര ആനകൾ ആശുപത്രിയിൽ പ്രസവിച്ചിട്ടുണ്ട്? ഇന്നേ വരെ ആനകൾ ആശുപത്രിയിൽ പ്രസവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൂച്ചയും നായയും പ്രസവിക്കാറില്ലേ? ഓരോ പ്രസവത്തിലും 4ഉം 5ഉം കുഞ്ഞുങ്ങളുണ്ട്. അവരാശുപത്രിയിൽ പ്രസവിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആശുപത്രിയിൽ നമ്മുടെ സഹോദരിമാർ പ്രസവിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ മുന്നോട്ട് വെക്കുന്ന ചില കാരണം, മഹാനായിട്ടുള്ള അവരൊക്കെ ബഹുമാനിക്കുന്ന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആരാധിക്കുന്ന ചില മഹാന്മാർ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ CM മടവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മരിച്ചിട്ട് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കറാമത്ത് കൊണ്ട് സുഖപ്രസവമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇവർ ഈ ഗർഭകാലത്തുള്ള ശുശ്രൂഷയും പരിചരണവും, എന്തെല്ലാം കാര്യങ്ങൾ, മാസാന്തരമുള്ള ചെക്കിങ്ങുകൾ, അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, മരുന്നുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിഷേധിക്കുക. ഇപ്പോൾ സർക്കാർ നിയോഗിക്കുന്ന ആശാവർക്കർമാരെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ജോലിക്കാരൊക്കെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ വീട്ടിൽ വന്ന് ചോദിക്കണം, നമ്മുടെ നാട്ടിൽ ഈ വീട്ടിൽ ഗർഭിണിമാരുണ്ടോ, ഉണ്ടെങ്കിൽ പേരെന്ത്, അവരുടെ തൂക്കം എത്ര, അവരുടെ വയസ്സെത്ര, ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തേതാണോ, രണ്ടാമത്തേതാണെങ്കിൽ ആദ്യത്തെ പ്രസവം നോർമലാണോ, ഇതൊക്കെ ചോദിക്കുകയാണ്. കംപ്ലീറ്റ് ഡാറ്റകൾ സ്വീകരിക്കുകയാണ്, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗർഭിണി ഉണ്ടായിട്ടും ആശാവർക്കർമാർ വന്ന് ചോദിച്ചിട്ടും ആ വിവരം അവരെ അറിയിക്കാതെ, വീട്ടിൽ ആരാരും അറിയാതെ, അയൽവാസികളോട് പോലും ബന്ധമില്ലാതെ, ബന്ധുക്കളെ അടുക്കാൻ അനുവദിക്കാതെ വീട്ടിനകത്ത് പ്രസവിക്കാനുള്ള ഒരു ത്വര, അത് CM മടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് സുഖപ്രസവമുണ്ടാകുമെന്നുള്ള അവരുടെ ആ വിശ്വാസമാണ്. CM മടവൂർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. ഇവരുടെ വിശ്വാസപ്രകാരം സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി, സൗദി അറേബ്യയിലെ ജയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപാട് പോലീസ് ഓഫീസർമാരുടെ അനുവാദത്തോടുകൂടെ മാത്രം വലിയ ഇരുമ്പിൻ്റെ ഗേറ്റുകൾ വലിയ താഴിട്ട് പൂട്ടിയിട്ടുള്ള, അത് ഓരോന്നോരോന്ന് അനുവാദപ്രകാരം തുറന്ന് രേഖകൾ സമർപ്പിച്ച് മൊബൈലും ചാവിയും ഒക്കെ അവിടെ ഏൽപ്പിച്ച് നമ്മൾ എയർപോർട്ടിലൊക്കെ പരിശോധിക്കുന്നുണ്ടല്ലോ, അതുപോലെ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെട്ട് അങ്ങനെയൊക്കെ 4-5 കടമ്പകൾ കടന്നിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. ആ ജയിലിൽ നിന്ന് പോലീസ് അറിയാതെ
CM മടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് ജയിൽ മോചനം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ആകാശത്ത് പാറിപ്പറക്കുന്ന വിമാനങ്ങൾ മടവൂർ CMൻ്റെ കറാമത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുരീദ് അൽഫാത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഓതിയപ്പോൾ ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കറാമത്തുകൾ പറയുന്നുണ്ട്. പെട്രോളില്ലാതെ ജീപ്പ് ഓടിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പം ഈ മരണപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് പറയാണ്, മരിച്ചു പോയിട്ടുള്ള ഈ CM എന്ന് പറയുന്ന അവരുടെ വിശ്വാസപ്രകാരം മരിച്ചു പോയിട്ടുണ്ടാവില്ല. അദ്ദേഹം 57 ലക്ഷത്തിൻ്റെ വീട് എനിക്ക് തന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവരിങ്ങനെ തള്ളിവിടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീ, അവൾ ഗർഭിണിയാണ്. അപ്പോൾ ആ സഹോദരിക്കും അവരുടെ ഭർത്താവിനും ആൺകുഞ്ഞ് വേണം, പക്ഷേ ഗർഭത്തിലുള്ളത് പെൺകുട്ടിയാണ്. അങ്ങനെ CM മടവൂരിനോട് ആവശ്യമുണർത്തിയപ്പോൾ ഗർഭത്തിൽ പെൺകുട്ടിയായി കിടക്കുന്ന ഈ ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ആൺകുട്ടിയാക്കി മാറ്റി എന്നൊക്കെയുള്ള ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത വമ്പൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഹിമാലയൻ നുണകൾ തള്ളിവിടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരം CM മടവൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവനാണ് എന്ന് പോലും അവർ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? അമ്മൻ യംലികു സമഅ വൽ അബ്സ്വാർ, കേൾവിയും കാഴ്ചയും ഒക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതുപോലെ മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ പോലും ഉത്തരം പറഞ്ഞിരുന്നത് ഫസയഖൂലൂനല്ലാഹ്, അവർ അല്ലാഹുവാണ് എന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ചിന്തിക്കുക, അവർ പറയുന്നത് ഈ CM മടവൂരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമല്ല, ചില ആളുകൾ പറഞ്ഞ് അദ്ദേഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ വരികളും ഇതൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകില്ല, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ സഹോദരിയുടെ പ്രസവം സുഖപ്രസവമാക്കിയിട്ട് CM മടവൂര് മാറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും വിശ്വാസവും കൊണ്ടാണ് ഈ പ്രസവം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ തടസ്സപ്പെടുത്തിയത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടമാണ്. അപ്പം മുമ്പ് കാലത്ത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചിരുന്നില്ലേ എന്നുള്ളതാണ്. മുമ്പ് കാലത്ത് തീർച്ചയായും ഹോസ്പിറ്റലിൽ പ്രസവിച്ചിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതുപോലെയല്ല. ആളുകൾക്ക്, ചെറുപ്പത്തിൽ യുവതികൾക്ക് പോലും പലതരം ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഗർഭിണിയാകുന്നതോടുകൂടെ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകും. ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും ഇസ്ലാമിൻ്റെ സമീപനം എന്താ? ഇസ്ലാമിൻ്റെ സമീപനം എന്ന് പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളതാണ്. ആരോഗ്യത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സിഹത വൽ ആഫിയ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ആരോഗ്യവും ദീർഘായുസ്സും റബ്ബേ എനിക്ക് തരയണമേ എന്നുള്ള പ്രാർത്ഥനകൾ. മറ്റൊന്ന്, ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള ചികിത്സകൾ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആവർത്തിച്ചുകൊണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാതെ പൗരോഹിത്യ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യ ചികിത്സ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഡോക്ടർ അന്യപുരുഷനാണ് അല്ലെങ്കിൽ അന്യമതസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തടസ്സപ്പെടുത്തുന്നവർ എത്ര സഹോദരിമാരാണ്! തങ്ങന്മാർ, മുസ്ലിയാക്കന്മാർ, മന്ത്രവാദികൾ, അങ്ങനെയുള്ള അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ സഹോദരിമാരെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പൗരോഹിത്യ ചികിത്സ എന്ന് പറയുന്നത്?
ഒരുപാട് സംഗതികളുണ്ട് പ്രിയമുള്ളവരെ. അറബി ചികിത്സ പത്രത്തിലൊക്കെ വരാറുണ്ട്. അറബി മാന്ത്രികം, പ്രവാചക വൈദ്യം, തൊൽസമാത്ത്, അതുപോലെ വെള്ളത്തിലോ സംസത്തിലോ ഊതിയും തുപ്പിയുമുള്ള ചികിത്സകൾ, നൂലൂതൽ, ഐക്കല്ലുകൾ, ഏലസ്സുകൾ, മന്ത്രിച്ചൂതിയിട്ടുള്ള ചരടുകൾ, മാരണങ്ങൾ, ആഭിചാരങ്ങൾ, ശവകുടീരങ്ങൾ അഥവാ മക്ബറകൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ നിന്ന് വാങ്ങുന്ന തീർത്ഥം അഥവാ എണ്ണയ്ക്ക് കിട്ടും ചില മക്ബറയിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? അത് നുണയുകയും തലയിലോ ശരീരത്തിലോ പുരട്ടുകയും ചെയ്യും. എന്തിനാണത്? രോഗം ഭേദമാകുവാൻ. എന്ന് മാത്രമല്ല, മുടിയിട്ട വെള്ളം, പ്രവാചകന്റെ ഖബറിന് മീതെയുള്ള ആ മണ്ണിൻ്റെ പൊടിയിട്ട വെള്ളം, അതൊക്കെ ചികിത്സക്ക്, രോഗം മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ പൗരോഹിത്യം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ സൂക്തം പിഞ്ഞാണത്തിൽ എഴുതിയിട്ട്, പിഞ്ഞാണത്തിൽ മാത്രമല്ല, വെറ്റില എന്ന് പറഞ്ഞൊരു ഇലയുണ്ടല്ലോ, ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മുറുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം ഉണ്ടല്ലോ, അതിനുപയോഗിക്കുന്ന ഒരു ഇലയാണ് വെറ്റില എന്ന് പറയുന്നത്. അപ്പം ആ വെറ്റിലയിൽ ചില സൂക്തങ്ങൾ എഴുതിയിട്ട് എന്നൊക്കെയുള്ള വചനങ്ങൾ എഴുതിയിട്ട് പിന്നെ അങ്ങനെ ഖുർആൻ എഴുതിയാൽ ഈ ഗർഭിണിക്ക് സുഖപ്രസവമുണ്ടാകും എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥികന്മാർ മാത്രമല്ല, പുരോഗമനവാദികൾ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ സലഫി എന്നുള്ള പേരിൽ പോലും പ്രവർത്തിക്കുന്ന ചില ആളുകൾ പോലും പ്രചരിപ്പിച്ച സംഗതിയാണ്. എന്ത്? ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുക എന്നുള്ളത്. അത് സുഖപ്രസവത്തിന് മാത്രമല്ല, മറ്റു പല അസുഖങ്ങൾക്കും. അതുപോലെ ജാറങ്ങളിൽ ഉയർത്തപ്പെട്ട കൊടിമരങ്ങൾ, ആ കൊടിമരങ്ങളിൽ പോയി പിടിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള ചികിത്സക്ക് വേണ്ടിയാണത് ചെയ്യുന്നത്. ഇങ്ങനെ എന്തെല്ലാം. പരിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം 34-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, യഅ്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി കൊണ്ട് യാതൊരു അർഹതയും കൂടാതെ ജനങ്ങളുടെ സമ്പത്തുകൾ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പണം അവർ അന്യായമായി ഭക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയും ചെയ്യുന്നു. ഇതാണ് സമൂഹത്തിലെ പല ആളുകളുടെയും അവസ്ഥ. നിങ്ങൾക്കറിയുമോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അൽ മൻസിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട് ടിവിയിൽ ടെലിവിഷൻ ചാനലിൽ പ്രത്യേകം പ്രോഗ്രാമുകൾ സെറ്റപ്പ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഖുർആൻ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾക്ക് ഇന്ന ആയത്തുകൾ, ഇന്ന സൂറത്തുകൾ ഇത്ര തവണ ഓതിയാൽ മതി എന്ന് മാത്രമല്ല, നമസ്കരിക്കാത്ത ഭർത്താവ്, മദ്യപാനിയായ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഇന്ന ആയത്തുകൾ എഴുതി അദ്ദേഹം അറിയാതെ ആ എഴുതപ്പെട്ട ഖുർആനിൻ്റെ വചനമടങ്ങുന്ന പേപ്പർ അത് മടക്കി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിക്കുക, അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ വെക്കുക. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വരുന്ന ആളുകൾ, അവർക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചില ആയത്തുകൾ ഇത്ര തവണ എഴുതി അവരുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഇത് ഖുർആൻ എഴുത്ത് മാത്രമല്ല, ഐക്കല്ലുകൾ. എന്നിട്ട് എന്തോ ഒരു സംഗതിക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു മലയാളിയെ പിടിക്കണ്ടായി പോലീസ് പിടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അരയിൽ ഐക്കല്ലാണ്.
ചരടിങ്ങനെ കെട്ടി അത് ഐക്കൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. പോലീസ് ഇത് പരിശോധിക്കുമല്ലോ. അങ്ങനെ അത് പിടിച്ചു. ബർക്കത്തിന് വേണ്ടി കെട്ടിയതാണ്, ദോഷം തടയാൻ കെട്ടിയതാണ്. പക്ഷേ പോലീസ് പിടിച്ചു, അകത്ത് പോകേണ്ടി വന്നു. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെ നിശ്ചിത എണ്ണം ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ അത് ഓതുക, എഴുതുക, എഴുതി പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ ആയത്തുകൾ 100 രോഗങ്ങൾക്ക് ശിഫയാണ്. കുഷ്ഠം, വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ പോലും അത് ഭേദമാകും, ശിഫയാകും എന്ന് പൗരോഹിത്യം പഠിപ്പിച്ചു. ഖുർആൻ ചികിത്സ, ഖുർആൻ തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ശാരീരിക പീഡനങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തുന്ന ചില ആളുകളും അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ആത്മീയ ചികിത്സ, റുഖ്യ, ശർഇയ്യ എന്നൊക്കെയുള്ള നാമങ്ങളിലാണ് ഇങ്ങനെയുള്ള വളരെ പിന്തിരിപ്പൻ യാഥാസ്ഥിക പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ? ഇതൊക്കെ ജയിലിൽ പോകേണ്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പഠിപ്പിച്ചതാണോ? അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? പ്രിയമുള്ളവരെ, ഒരിക്കലുമല്ല. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലയോ സഹോദരി, അല്ലയോ പെണ്ണെ, നിന്റെ ജീവൻ ഇങ്ങനെയുള്ള ഇരുട്ടറയിൽ അത് നിന്റെ ജീവൻ ത്യജിക്കാനുള്ളതല്ല. നീ ഖുർആൻ പഠിക്കണം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പഠിക്കണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളണം, ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ നിലകൊള്ളണം, ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെ നീ പ്രതികരിക്കണം. നിന്റെ ജീവൻ ബലിയർപ്പിക്കാൻ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. വിശുദ്ധ ഖുർആൻ പറയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ, ജഹന്നമിന് വേണ്ടി നാം തീർച്ചയായും ഒരുക്കി വെച്ചിട്ടുണ്ട്. മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കുറേ ആളുകളെ. അള്ളാഹ് പ്രത്യേകം ഒരുക്കിയതല്ല, അതൊരു പ്രയോഗം മാത്രമാണ്. അവർ സ്വയം ആ വഴി തിരഞ്ഞെടുത്ത. എന്താ വഴി? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചിന്തിക്കാനുള്ള വക അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്. അള്ളാഹു മനോഹരമായ കഴിവുള്ള കണ്ണുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടറിയുന്നില്ല. ചെവികളുണ്ട്, അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല. അവരാരെ പോലെയാ? ഉലൈക കൽ അൻആം, അവര് മൃഗതുല്യരാണ്, നാൽക്കാലികൾക്ക് സമമാണ്. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണണം, നമ്മൾ ചെവി കൊണ്ട് കേൾക്കണം, നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കണം, അല്ലെങ്കിൽ മൃഗതുല്യരാകും. അല്ല, ബൽഹും അളൽ, അതിനേക്കാൾ മാർഗം കെട്ടവരായിരിക്കും. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. 7-ാം അധ്യായം 179 രേഖപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിഞ്ഞാണെഴുത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ, പല ഗ്രന്ഥങ്ങളിലും പല മഹാന്മാരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ നോക്കേണ്ടത്? ഇപ്പം നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നുൽ ഖയ്യിം, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സൂറത്തുൽ അഹ്ഖാഫ് അതിൻ്റെ 35, സൂറത്തുൻ നാസിയാത്ത് അതിൻ്റെ 46 ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം? പിന്നെ കിതാബുൻ ലിഉസ്രിൽ വിലാദന, ഈ വിലാദത്ത്, പ്രസവം, ഡെലിവറി, അത് കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണെങ്കിൽ ഈ ആയത്തുകൾ എഴുതിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്, പിഞ്ഞാണത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളതിനെ അതിശക്തമായി എതിർക്കുന്നു. ഏതുപോലെ? നഫീസത്ത് മാല എന്ന് പറഞ്ഞിട്ടൊരു മാലയുണ്ട്, മുഹിയുദ്ദീൻ മാല എന്നൊക്കെ പറയുന്നത് പോലെ. ആ നഫീസത്ത് മാല ഹിജ്റ 8-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഒരു മഹദിയാണ്. നഫീസത്തുൽ മിസ്രിയ അവരുടെ പേരിൽ ഉണ്ടാക്കിയ മാലയാണ്.
ആ മാല ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവവേദന കൊണ്ട് അലമുറയിടുമ്പോൾ നഫീസത്ത് മാല ചൊല്ലിക്കഴിഞ്ഞാൽ അവൾക്ക് സുഖപ്രസവമുണ്ടാകും എന്നുള്ള ധാരണയിൽ ആളുകൾ അല്ലെങ്കിൽ പൗരോഹിത്യം അവരെ ചൊല്ലാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, അതിനെ നമ്മൾ ഖുർആന് കൊണ്ട് എതിർത്തു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് കൊണ്ട് എതിർത്തു. എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത്? മതത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. ആ ഇസ്ലാമിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന് 5 ലക്ഷ്യങ്ങളുണ്ട്. മഹാനായിട്ടുള്ള ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുകയാണ്, ഇന്ന മഖ്സൂദ ശർഇ മിനൽ ഖൽഖി ഖംസത്തുൻ. അതായത് ശരീഅത്തിന്റെ 5 ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. അൻ യഹ്ഫള അലൈഹിം ദീനഹും. 1, അവരുടെ ദീനെ സംരക്ഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഹിഫ്ളുദ്ദീൻ. ഹിഫ്ൾ എന്ന് പറഞ്ഞാൽ സംരക്ഷണം, ദീൻ എന്ന് പറഞ്ഞാൽ മതം. അപ്പൊ ഹിഫ്ളുദ്ദീൻ, മതം സംരക്ഷിക്കണം. മതം അപകടപ്പെടുത്തുന്ന ഒന്നും എൻ്റെയോ നിങ്ങളുടെയോ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. രണ്ടാമത്തേത് വനഫ്സഹും, അതായത് ഹിഫ്ളുൻ നഫ്സ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. അത് മതത്തിൻ്റെ ലക്ഷ്യമാണ്. ഒരാളെ ജീവനും അപകടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടല്ലേ ആത്മഹത്യ പാടുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നാശത്തിലേക്ക് നിങ്ങളുടെ കൈ ഇടരുതേ എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്തരുതേ എന്നുള്ളതാണ്. അതുപോലെ ഹിഫ്ളുൽ അഖൽ, ബുദ്ധി സംരക്ഷിക്കപ്പെടണം. ഹിഫ്ളുൻ നസ്ൽ, പരമ്പരകൾ, മക്കൾ, ഇവരെയൊക്കെ സംരക്ഷിക്കണം. വഹിഫ്ളുൽ മാൽ, സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ശത്രു വരികയാണ്. ആ ശത്രുവിനോട് പോരാടുകയാണ് ഈ മനുഷ്യൻ. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഫഹുവ ഷഹീദുൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവൻ രക്തസാക്ഷിയാണ്. അപ്പോൾ ഇതാണ് 5 കാര്യങ്ങൾ പ്രിയമുള്ളവരെ. ഹിഫ്ളുൻ നഫ്സ്. ഇവിടെ എന്താ? ഈ സഹോദരിക്ക് അവളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോയി. അതിനുവേണ്ടി അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. ഒരു രോഗവും ഇല്ല അതിന് ഔഷധമില്ലാതെ എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ 5678 വചനമാണ്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഗർഭം ഉണ്ടാവുക എന്നുള്ള ഒരു രോഗമല്ല, പക്ഷേ ഗർഭിണിക്ക് രോഗമുണ്ടായേക്കാം. ഗർഭകാലത്ത് പരിചരണങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ ഇന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് മതത്തിൻ്റെ താല്പര്യം. അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഹിഫ്ളുദ്ദീൻ, ഹിഫ്ളുൻ നസ്ൽ, അല്ലെങ്കിൽ ഹിഫ്ളു അൽ അഖൽ, ഹിഫ്ളു അൽ ദീൻ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രോഗമുണ്ടായാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആരാ രോഗം സുഖപ്പെടുത്തുക? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗമുണ്ടായാൽ എൻ്റെ രോഗം ശിഫയാക്കുന്നവൻ, അത് ഭേദമാക്കുന്നവൻ പരിശുദ്ധനായ റബ്ബുൽ ആലമീനാണ്. അത് 26-ാം അധ്യായം സൂറത്തു ഷൂറായിൻ്റെ 80-ാമത്തെ വചനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രോഗമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ തേടണം. അയ്യുഹന്നാസ് തദാവൗ ലികുല്ലി ദാഇൻ ദവാ. ഹേ ജനങ്ങളെ, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവിൻ. വലാ തദാവൗ ബിഹറാം. ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, രോഗം വന്നാൽ പ്രാർത്ഥിക്കണം, ക്ഷമ പാലിക്കണം. രോഗം ഒരു പരീക്ഷണമാണ്. പരീക്ഷണം ഉണ്ടായാൽ ക്ഷമ പാലിക്കണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, ബരമേൽപ്പിക്കണം. എങ്ങനെ? ചികിത്സ തേടി ക്ഷമ പാലിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അതാണ് വേണ്ടത്. പിന്നെ ചില ആളുകളുണ്ടല്ലോ, ഈ പിന്നെ വെള്ളത്തിലോ സംസത്തിലോ ഒക്കെ ഊതിക്കൊണ്ടും തുപ്പിക്കൊണ്ടുമൊക്കെയുള്ള സമ്പ്രദായങ്ങൾ, അതിനൊക്കെ അതിശക്തമായി നമ്മൾ എതിർക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഇസ്ലാം എതിർക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ,
മഹാനായ മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, അൻ യുറാദ ബിഹാദൻ നഫ്സി അത്തബറുകു ബിരീകിൻ നാഫിസ്, ഊതുന്നവന്റെ ഊത്തുകൊണ്ട് ബറക്കത്ത് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫഹാദാ ലാ ശക്ക അന്നഹു ഹറാം, അത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വനൗഉം മിന ശിർക്ക്, അത് ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാകുന്നു. എന്താ കാരണം? ഇൻസാനി, മനുഷ്യന്റെ തുപ്പുനീര് ലൈസ സബബൻ ലിൽ ബറക വശിഫാ, അത് ബറക്കത്തിന് കാരണമല്ല, അത് രോഗം ഭേദമാകാൻ ശിഫക്ക് കാരണമല്ല. അവ ഊതുക തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രാകൃതമാണ്, ജാഹിലിയത്താണ്, അന്ധവിശ്വാസമാണ്. അത് ഖുർആനിന്റെ സുന്നത്തിന്റെ അനുയായികൾക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 3883 വചനത്തിൽ പറഞ്ഞു, ഇന്നർ റുകാ വത്തമാഇമ വത്തിവലത ശിർകുൻ, നിശ്ചയം മന്ത്രം, റുഖയ എന്ന് പറഞ്ഞാൽ മന്ത്രം, അതുപോലെ വത്തമാഇമ ഏലസ്സുകൾ, വത്തിവലത തിവലത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയെ ഭർത്താവിലേക്ക് അടുപ്പിക്കാൻ ഇണക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു തരം മാരണമാണ്. അതൊക്കെയും ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ചികിത്സയെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദവാഇൽ ഖബീസ്, മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ടുള്ള ചികിത്സ പ്രവാചകൻ വിരോധിച്ചു. ഇമാം തിർമിദിയുടെ സുനനിൽ 2045 ഒരാളെ നബിൻ്റെ സദസ്സിൽ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, ഈ മദ്യം അതുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, ശരിയാണോ എന്നാണ് ചോദ്യം. അൻ വാഇൽ അൽ ഹളറമിയ്യ് അന്ന ത്വാരിഖ് ബിൻ സുവൈദ് അൽ ജുഅഫിയ്യ് സഅല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അനിൽ ഖംർ, മദ്യത്തെക്കുറിച്ചാണ് ചോദ്യം. ഫനഹാഹു, പ്രവാചകൻ അത് വിരോധിച്ചു. എന്നിട്ട് പറയാണ്, ഫഖാൽ ഇന്നമാ അസ്നഉഹാ ലിദ്ദവാ, ഞാൻ ആ മദ്യമുണ്ടാക്കുന്നത് മരുന്നിന് വേണ്ടിയാണ്. ദവ എന്ന് പറഞ്ഞാൽ മരുന്നിന് വേണ്ടിയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാ, മദ്യമെന്ന് പറയുന്നത് മരുന്നല്ല, വലാകിന്നഹു ദാഉൻ, പക്ഷേ നിശ്ചയം അത് രോഗമാണ്. മദ്യം എന്ന് പറഞ്ഞാൽ മരുന്നല്ല, മറിച്ച് രോഗമാണ് എന്നാണ്. ഇത് ഇമാം മുസ്ലിം വളരെ ബലപ്പെട്ട ഹദീസാണ്, 1948 നമ്പർ. ഇങ്ങനെ എത്രയെത്ര ഹദീസുകളാണ്. ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് മദ്യത്തും കൊണ്ടൊക്കെ ചികിത്സയാകാന്നുള്ളത്. പ്രവാചകന്റെ വചനത്തിൽ കാണാം, കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സംഗതികളും അത് ഹറാമാണ്. പിന്നെ ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അല്പാണെങ്കിലും പാടില്ല. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു, കസീർ എന്ന് പറഞ്ഞ അർത്ഥം ധാരാളം, ഖലീൽ എന്ന് പറഞ്ഞ അർത്ഥം സ്വൽപ്പം, അല്പം. ഇതൊക്കെയും ഹറാം, നിഷിദ്ധമാണ്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ 3681. അപ്പോൾ ചില ആളുകൾക്ക് സംശയം, ഇപ്പം നിർത്താട്ടോ, ചില ആളുകൾ സംശയം, ഈ ഖുർആന് ഷിഫയല്ലേ എന്നുള്ളത്. ഖുർആൻ നിങ്ങൾ ഓതി നോക്കൂ. പരിശുദ്ധ ഖുർആനിൻ്റെ 36-ാം അധ്യായം സൂറ യാസീനിൻ്റെ 70-ാമത്തെ ആയത്ത് നമ്മുടെ സഹോദരിമാർ പ്രത്യേകം പഠിക്കണം, സഹോദരങ്ങളും പഠിക്കണം. എന്താണ് ആയത്ത്? ലിയുൻദിറ മൻ കാന ഹയ്യാ. പരിശുദ്ധ ഖുർആൻ ജീവനുള്ളവരെ താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ്. അതിങ്ങനെ തലവേദനയ്ക്കും പനിക്കും ക്യാൻസറിനും കിഡ്നി രോഗത്തിനുള്ള ഔഷധമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്.
നരകത്തിൻ്റെ വഴി അതൊഴിവാക്കിക്കൊണ്ട് സ്വർഗത്തിൻ്റെ വഴിയിലെ സിറാത്തുൽ മുസ്തഖീമിൽ നീ അണിനിരക്കണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. സൂറത്തു ശൂറ 7-ാമത്തെ ആയത്തിൽ കാണാം, ലിതുന്ദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന പരിശുദ്ധ മക്ക, ആ മക്കയിലും അതിന് ചുറ്റുമുള്ള ലോകത്തിൻ്റെ അഷ്ട ദിക്കുകളിലുമുള്ള ജനസഹസ്രങ്ങളെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് താക്കീത് നൽകാൻ വേണ്ടി 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിൻ്റെ 1-ാമത്തെ വചനം, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബിയെ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നത് ജനങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഖുർആനിലെ ശിഫ എന്നുണ്ടല്ലോ ഖുർആനെ കുറിച്ച്, അത് നമുക്ക് നോക്കാതെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് കാരുണ്യവും ഔഷധവുമാണ്. അവിടെ ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? ഹിജറ 774 വഫാത്തായ മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു കതീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ രേഖപ്പെടുത്തുകയാണ്, യുദ്ഹിബു മാ ഫിൽ ഖുലൂബി മിൻ അംറാദിൻ. മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾ, ആ രോഗങ്ങൾ നീക്കിക്കളയുന്നതാണ് ഖുർആൻ. മിൻ ശക്കിൻ വ നിഫാക്കിൻ. അവന് സംശയമുണ്ട്, അള്ളാഹിനെ കുറിച്ച് സംശയം. നരകം, സ്വർഗം, നരകമൊക്കെ ഉണ്ടാകുമോ, സ്വർഗം ഉണ്ടാകുമോ, മരിച്ചു പോണയാ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കോ, അങ്ങനെയുള്ള ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ. വനിഫാക്ക്, കാപഢ്യം, മുനാഫിക്കുകൾ എന്ന് പറയില്ലേ, അതൊക്കെ മനസ്സിന്ന് പോകാനുള്ള ഔഷധമാണ്. വശിർക്കിൻ, ബഹുദൈവ വിശ്വാസം, വസൈഗിൻ വമൈലിൻ, അതുപോലെ ദീനിൽ നിന്നുള്ള വ്യതിയാനം, ഇതിനൊക്കെയുള്ള ഔഷധമാണ് ഖുർആൻ. ഫൽ ഖുർആനു യശ്ഫി മിൻ ദാലിക കുല്ല. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിൽ നിന്നുള്ള ഔഷധം നൽകുന്ന ഒന്നാണ് ഖുർആൻ. അതാണ്. അതല്ലാതെ അപ്പോൾ ബിംബാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, സ്വർഗത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുന്ന അങ്ങനെയുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതല്ലാതെ പ്രിയമുള്ളവരെ, രോഗത്തിന് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് മനസ്സിലാക്കുക. എന്നാൽ രോഗം വന്നാൽ എന്ത് ചെയ്യണം? രോഗം വന്നാൽ പ്രവാചകൻ്റെ വീട്ടിൽ, പ്രവാചകൻ്റെ ഭാര്യമാർക്ക് രോഗം ഉണ്ടായപ്പോൾ നബി എന്ത് ചെയ്തു? ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബുഖാരിയിൽ അധ്യായം കാണാം. നബിയുടെ രോഗം മാറാനുള്ള പ്രാർത്ഥന വിവരിക്കുന്ന അധ്യായം. അതിൽ കാണാം റസൂലുള്ള ഭാര്യയുടെ തലയിൽ കൈവെക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കാണെന്ത്? അസുഖമുള്ള ഭാര്യയുടെ തലയിൽ കൈവെക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. സഹീഹുൽ ബുഖാരിയുടെ 5675 അതിൽ കാണാം. അതുപോലെ പ്രിയമുള്ളവരെ, മുഅവ്വിദാത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെ പറഞ്ഞാൽ? രക്ഷ തേടുന്ന സൂറത്തുകൾ. അതെന്താ രക്ഷ തേടുക? അള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്ന അങ്ങനെയുള്ള സൂറത്തുകൾ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓതാം. ഉറങ്ങാൻ കിടക്കും നമ്മൾ എന്ത് ചെയ്യണം? കൈകളിൽ ഊതി, അത് ഓതി ശരീരത്തിൽ മുഴുവൻ തടവണം. അതുപോലെ പ്രവാചകന് രോഗമുണ്ടായപ്പോൾ അവസാനത്തെ സൂറത്തുകൾ എന്ത് ചെയ്യാണ്? അത് പ്രത്യേകം പ്രാർത്ഥനകൾ എന്നുള്ള നിലക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു പ്രവാചകന്റെ സുന്നത്തിൻ്റെ മാതൃകയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. 3 സൂറത്തുകളും അത് കൈകൾ പൊട്ടിപ്പിടിച്ച് കൈകളിൽ ഊതി അങ്ങനെ അത് ഓതി ശരീരമാ സകലം തടവുക. അത് സഹീഹുൽ ബുഖാരിയുടെ 5751 വന്നിട്ടുണ്ട്. പ്രവാചകൻ കാന യൻഫിദു അലാ നഫ്സിഹി ഫീ മറളിഹി എന്ന പ്രവാചകന് രോഗമുണ്ടായാൽ പ്രവാചകൻ അങ്ങനെ ചെയ്യുമായിരുന്നു.
അത് അന്ധവിശ്വാസമല്ല, അത് പ്രവാചകന്റെ സുന്നത്താണ്. അതിലെന്തില്ല, ഒരു മറ്റുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ നൂലോ ചരടോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും യഥാർത്ഥത്തിലുള്ള ഈമാൻ അത് മനസ്സിലാക്കി അതിലടിയുറച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫിലസ്തീൻ. اللهم عليك اليهود الظالمين. اللهم انصر إخواننا المسلمين في غزة وفي كل مكان يا رب العالمين ويا أرحم الراحمين. اللهم اغفر لآبائنا ولأمهاتنا ولأزواجنا وذرياتنا ولإخواننا ولأخواتنا ولجميع المسلمين والمسلمات يا رب العالمين. اللهم طهر قلوبنا من الكفر والنفاق والرياء يا أرحم الراحمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب ارحمهما كما ربونا صغارا. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.